ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഡൈറ്റ് സർവൈവൽ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സർവൈവ് ചെയ്ത് ഇത്രയും എത്തിച്ചു. നമ്മുടെ കുറേ കാര്യങ്ങൾ ചെയ്തു. പിന്നെ രണ്ടര സ്റ്റാക്ക് വുഡൊക്കെ എടുത്തിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ഹൗസ് മേക്കിംഗ് റിസോഴ്സസ് നമുക്കെടുക്കണം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൗസ് മേക്കിംഗ് റിസോഴ്സസ് ആൻഡ് അയൺ ഫാം മേക്കിംഗ് റിസോഴ്സസ്. യെസ് ഗൈസ്, നമ്മൾ വരുന്ന എപ്പിസോഡിലൊരു അയൺ ഫാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് കുറേ സ്റ്റോൺ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് അയൺ ഫാം ഉണ്ടാക്കാനുള്ള റിസോഴ്സും കളക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് പോകാം. അപ്പോൾ കുറച്ച് സ്റ്റോണും വുഡും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിൽ കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കി നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് വുഡാണ്. അപ്പോൾ ഒരു 8 ആക്സ് തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ഒന്ന് വെച്ച് പിടിക്കാം. കുറച്ച് മരങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് ഒരു മരം പോലും വിടാതെ നമുക്ക് ഗ്രൈൻഡ് ചെയ്യണം. ഇതെന്താ ക്രീപ്പർ പൊട്ടിത്തെറിച്ചാണോ? അല്ലല്ലേ, അതിൽ കുറച്ച് അയണുണ്ട്. നമുക്ക് വരുന്ന എപ്പിസോഡിൽ അതൊക്കെ എടുക്കാം. പിന്നെ ഗൈസ്, നമുക്ക് ബോൺ മീൽ ആവശ്യം വരും. അപ്പോൾ നമുക്കൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കണം. അതിന് നമുക്ക് അതിൽ വെച്ച് കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ നിറച്ച് പൂവൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ ആ പൂവെല്ലാം എടുക്കാം. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ട് തന്നെ നമുക്ക് വുഡെല്ലാം ശരിക്കും എടുക്കണം. അപ്പോൾ കുറഞ്ഞത് നമുക്കൊരു 5 സ്റ്റാക്കെങ്കിലും എടുക്കണം. അപ്പോൾ ഞാൻ ദേ പോയി. അപ്പോൾ ഗൈസ്, ഇവിടുത്തെ ഇത്രയും മരം വെട്ടിയിട്ടുണ്ട്. സോ നമുക്ക് നൈറ്റ് ആയിട്ടുണ്ട്. ദെൻ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ്, ബേസ് എന്ന് പറയാൻ പറ്റത്തില്ല, ഇപ്പോഴത്തെ ഒരു സെറ്റപ്പിലേക്ക് ചെല്ലണം. ഓക്കെ, എന്നിട്ട് നമുക്ക് എത്ര വുഡ് നമ്മൾ കളക്ട് ചെയ്തെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് നൈറ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ കയ്യിൽ 31 ഓക്ക് വുഡും 11 ബ്രിച്ചിൻ്റെ വുഡും ഉണ്ട്. അപ്പോൾ ഈ വുഡെല്ലാം എടുക്കുന്നത് വീഡിയോ കാണിച്ച് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ കുറച്ചൊന്ന് നേരെ നടന്നു കഴിഞ്ഞാൽ അവിടെ കുറേ ഒരു ഫോറസ്റ്റ് പോലെ കാണാവുന്നതാണ്. അപ്പോൾ ഇത് ഇച്ചിരി അങ്ങോട്ടൊന്ന് പോയാൽ മതി. അപ്പോൾ അവിടുന്ന് നമ്മൾ വുഡെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് സാപ്ലിങ്സ് എല്ലാം തിരിച്ച് അവിടെ തന്നെ വെക്കും. കാരണം ഫോറസ്റ്റ് ഡിഫോറസ്റ്റേഷൻ നമുക്ക് ആണ്. അപ്പോൾ അവിടുന്ന് എല്ലാം എടുത്തിട്ട് അവിടെ തന്നെ തിരിച്ചു വെക്കും. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ കുറേ വുഡ് എടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ തിരിച്ചു പോവാണ്. ഏകദേശം ഇത്രയും വുഡ് നമ്മുടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഉള്ള എല്ലാ ആക്സും ഡ്യൂറബിലിറ്റി കഴിഞ്ഞ് പോയിരിക്കുകയാണ്. സോ നമ്മൾ നമ്മുടെ താൽക്കാലിക സ്ഥലത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്താറായി. അപ്പോൾ നമുക്ക് ഒരു എക്സ്ട്രാ ചെസ്റ്റ് ഉണ്ടാക്കി വെക്കണം, നമ്മുടെ ഹൗസ് ഉണ്ടാക്കാനുള്ള റിസോഴ്സസായി മാത്രം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എടുത്ത വുഡില്ലേ, അതിൽ നിന്ന് നമുക്ക് കുറച്ച് വുഡ്, അതായത് ഒരു 6 എണ്ണമൊക്കെ എടുത്തിട്ട് ക്രാഫ്റ്റിംഗ് ടേബിളിൽ വെച്ചിട്ട് ഇതങ്ങ് പ്ലാങ്ക് ആക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് ഒന്ന് ചെസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, ആ ചെസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് വെക്കാം. ഇത് നമ്മുടെ വീടിനുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ എന്താ ചെയ്യാം, അയൺ ഫാമിനുള്ളത്. അപ്പോൾ ഇത് അല്ലാത്ത നമ്മുടെ വേസ്റ്റ് ഐറ്റംസ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ ടൂൾസ് ഒന്നും ഉണ്ടായിക്കോട്ടെ.
ഗൈസ് നമുക്ക് ആവശ്യമുള്ളത്രയും നമ്മൾ ഗ്ലാസ് എടുക്കാനായിട്ട് ഷവല് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഷവലൊന്ന് എടുക്കാം. സോറി, നമ്മുടെ സാൻഡ് ഒന്ന് എടുക്കാം. ഗൈസ് നമുക്ക് സാൻഡിന് വേണ്ടി തന്നെ നമ്മുടെ അയൺ പിക്കാക്സ് അല്ല അയൺ ഷവൽ വേണമെന്നൊന്നുമില്ല. വളരെ ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് കുറച്ച് ഒന്നെടുക്കാം. ഞാൻ നിങ്ങളെ എടുത്തിട്ട് കാണിക്കാം. ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഷവല് ബ്രേക്കായി. നമ്മൾ സെക്കൻഡ് ഷവൽ കൊണ്ട് പണിയുകയാണ്. അങ്ങനെ ഗൈസ് നമ്മുടെ സെക്കൻഡ് ഷവലും പൊട്ടി. നമ്മുടെ തേർഡ് ഷവൽ എടുത്ത് ഗൈസ് നമ്മുടെ തേർഡ് ഷവൽ പൊട്ടാറായിരിക്കുന്നു. ഓക്കെ, പൊട്ടി. നമ്മളങ്ങനെ ഇവിടുന്ന് ഇത്രയും ഭാഗത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കളക്ട് ചെയ്തപ്പോൾ എത്രയെന്ന് നോക്കാം. ആദ്യം ഇതെല്ലാം ഒന്ന് കളക്ട് ചെയ്തോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കളക്ട് ചെയ്തപ്പോൾ നമ്മുടെ ഇൻവെൻറ്ററിയിൽ വന്നിട്ടുള്ളത് 1 2 3 4 5 6 6 സ്റ്റാക്കും 10 സാൻഡുമാണ്. അപ്പോൾ ഇത്രയും എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ഇത്ര ആവശ്യം വരത്തില്ല. അപ്പോൾ നമ്മുടെ ഭാവി ബിൽഡിങ്സിനൊക്കെ ആവശ്യമുള്ളതായിരിക്കും. അപ്പോൾ നമ്മളെടുത്ത ഈ വുഡ് എല്ലാം ഇതിലോട്ടൊന്ന് വെച്ചോട്ടെ. ഓക്കെ, നമ്മുടെ ഈ വുഡ് ആൻഡ് സാൻഡ് പിന്നെ സ്റ്റോൺ നമ്മൾ എടുത്തിട്ടില്ല. സ്റ്റോണിന് നമ്മൾ എടുക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹൗസിന് വേണ്ടി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തേർഡ് നൈറ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സ്റ്റോണാണ്. അപ്പോൾ നമുക്ക് സ്റ്റോണിന് വേണ്ടി ആവശ്യം പിക്കാക്സ് വേണം. പക്ഷേ നമ്മുടെ കയ്യിൽ പിക്കാക്സ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു 9 എണ്ണം വേണം. പിന്നൊരു ധാരാളം. ഓക്കെ, നമ്മൾ പിക്കാക്സ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളും പിക്കാക്സും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെയൊക്കെ സ്റ്റോൺ മൈൻ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുന്ന് താഴോട്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകണം. ഗൈസ്, എനിക്ക് പേടിയാണ്. ഇവിടെ സോംബിയും കണ്ട് സ്പോണായിരിക്കുന്നു. നമുക്ക് കുറച്ച് ദൂരോട്ട് പോയി, അതായത് ആ മലയുടെ അവിടുന്ന് നമുക്ക് സ്റ്റോൺ എടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റോൺ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഗൈസ്, നമ്മളൊരു 5 സ്റ്റാക്ക് സ്റ്റോണും 50 സ്റ്റോണും എടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്കൊരു 3 അയണും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചെസ്റ്റിനകത്ത് 4 അയൺ കാണണം. അപ്പോൾ നമുക്ക് ഈ അയണും കൂടെ വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ വുഡ് എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ഇന്നത്തെ ഹൗസ് മേക്കിംഗ് ആൻഡ് നമ്മുടെ അയൺ ഫാമിൻ്റെ ഇതല്ലേ, അയൺ ഫാമിൻ്റെയും കൂടെ ചേർത്ത് നമ്മൾ ഇന്നത്തെ ഗോള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ 2 ബിൽഡിനായിട്ടുള്ള റിസോഴ്സസ് കളക്ട് ചെയ്തപ്പോൾ തന്നെ ഇത്രയും വീഡിയോ ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹൗസ് ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം ഒരു എപ്പിസോഡ് വരും. അതിനി എപ്പോഴാണോ എന്തോ.